നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമുക്കറിയാം, നിരവധി കാലികളുടെ മരണത്തിനിടയാക്കിയ കുളമ്പ് രോഗം വിതച്ച ദുരന്തത്തിൽ നിന്ന് സംസ്ഥാനം ഈയിടെ മോചിതമായതേ ഉള്ളൂ. ഇതിനിടെ വളരെ ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി കുളമ്പ് രോഗത്തെ അമർച്ച ചെയ്യാൻ വകുപ്പ് ഒരുങ്ങി നിൽക്കുകയാണ്. സംസ്ഥാനത്ത് 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കുളമ്പ് രോഗ നിർമ്മാർജ്ജന യജ്ഞവുമായി മൃഗസംരക്ഷണ വകുപ്പ് ഒരുങ്ങിത്തിരിച്ചു. മുൻകാല അനുഭവത്തിൻ്റെയും പരിചയത്തിൻ്റെയും വെളിച്ചത്തിൽ ഇത്തവണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ രൂപവും ഭാവവും മാറുകയാണ്. എന്താണവ? അതിൻ്റെ സഹായങ്ങൾ എങ്ങനെയാണ് കർഷകർക്ക് ലഭ്യമാകുന്നത് എന്നിവ പരിശോധിക്കുകയാണ് ഇന്നത്തെ തത്സമയ കൃഷിദർശൻ. നമ്മോടൊപ്പം ഈ പ്രോഗ്രാമിൽ അതിഥിയായി ചേരുന്നത് സംസ്ഥാന മൃഗരോഗ നിയന്ത്രണ പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്റർ ഡോക്ടർ സി രമേശൻ ബാബുവാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ രമേശൻ ബാബുവിനെ കൃഷിദർശൻ പരിപാടിയിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം. സത്യം പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞ ഒരു പ്രതീതിയാണ് ഇപ്പോൾ മൃഗസംരക്ഷണ മേഖലയിൽ. ധാരാളം കാലിമരണങ്ങൾ, നിരവധി കർഷക നഷ്ടങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ സംസ്ഥാനത്തിൻ്റെ സമ്പത്തിൽ തന്നെ വലിയൊരു ഇടിവ് സംഭവിച്ചിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ വീണ്ടും കുളമ്പ് രോഗം എന്ന പ്രഹേളികയെ അമർച്ച ചെയ്യാനായി മൃഗസംരക്ഷണ വകുപ്പ് യുദ്ധസന്നാഹമായ പുറപ്പാടുകളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലെ ധൈര്യം? ഡോക്ടർ ഷൈൻ, നമ്മൾ കഴിഞ്ഞ തവണത്തെ വാക്സിനേഷൻ പ്രോഗ്രാംസിൻ്റെയൊക്കെ അനാലിസിസ് അതിൻ്റെ ചെയ്തതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ ഇത് പഠിച്ചതിന് ശേഷം എന്താണ് ഇത്രയും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായെന്നുള്ളത് നമ്മൾ അനാലിസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വാക്സിൻ കവറേജ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു. അതായത് ഈ ഒരു ഹെർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 100% ആ അനിമൽസിനെ വാക്സിനേഷൻ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ നമ്മളുടെ കഴിഞ്ഞ തവണത്തെ കണക്കനുസരിച്ച് നമ്മളുടെ ഒരു 82% കൂടുതൽ നമ്മൾ സ്റ്റേറ്റ് വൈഡായിട്ട് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചില ഏരിയകളിൽ ചെറിയ ശതമാനം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പഞ്ചായത്ത് ഏരിയയിൽ 60% അല്ലെങ്കിൽ 40%, 48% ഏറ്റവും മിനിമം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നതാണ് നമ്മളുടെ ഈ കാലി രോഗത്തിന് ഈ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടാകാനുള്ളൊരു കാരണമെന്നാണ് നമ്മളുടെ മനസ്സിലാക്കിയത്. അപ്പോൾ ആ കവറേജ് എല്ലാ പഞ്ചായത്ത് ലെവലിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും ലോക്കലായിട്ടുള്ള പ്രദേശങ്ങളിൽ തന്നെ 100% അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും നടപടികളും അതാണ് നമ്മളുടെ ഇത്തവണത്തെ വാക്സിനേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഏത് തരത്തിലാണ്? ഇപ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു വീടാന്തരം കയറിയിറങ്ങി മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥന്മാർ സ്ക്വാഡുകളായി തിരിഞ്ഞുള്ള ഒരു പ്രവർത്തനമായിരുന്നു നടത്തിയത്. ഇത്തവണ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു? ഇത്തവണ നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് ഈ ചെറിയൊരു കാലം കൊണ്ട്, അതായത് 15 ദിവസം കൊണ്ട് തന്നെ ഈ നമ്മുടെ സംസ്ഥാനത്തുള്ള ഏതാണ്ട് 15 ലക്ഷത്തിൽ പരം കന്നുകാലികളെ കുത്തിവെക്കുക എന്നുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ 10 ദിവസം ഇൻറ്റൻസീവായിട്ട് ക്യാമ്പുകൾ തന്നെ അറേഞ്ച് ചെയ്ത് മാക്സിമം അനിമൽസിന് ആ ദിവസങ്ങളിൽ കുത്തിവയ്ക്കുക. അതിനുശേഷം കവർ ചെയ്യാത്ത എണ്ണത്തിന് സ്ക്വാഡുകളിൽ തന്നെ വീടുകളിൽ പോയി കുത്തിവയ്ക്കുക. അപ്പോൾ ഈ ചെറിയ ഒരു പീരീഡ് കൊണ്ട് നമ്മളിത് കവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഈ ഹെർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതേ ഒരു മാർഗ്ഗമുള്ളൂ. എല്ലാ അനിമൽസിനെയും ഒരു ചെറിയ പീരീഡ് കൊണ്ട് തന്നെ നമ്മൾ വാക്സിനേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിനുശേഷം വാക്സിൻ കവറേജ് നമ്മളതിനെപ്പറ്റി പരിശോധിക്കുന്നതിന് വേണ്ടി ഓരോ ഗ്രാമതലങ്ങളിൽ തന്നെ പ്രദേശങ്ങളിൽ നിന്ന് ഇതിൻ്റെ സിറം കളക്ട് ചെയ്ത് ഈ വാക്സിൻ ഇഫക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും ഇത് രണ്ടും കൂടെ ചേർന്ന് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു നിഗമനം. അപ്പോൾ അങ്ങേ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്തെ മൃഗരോഗ നിയന്ത്രണ പ്രോജക്റ്റിൻ്റെ മേധാവിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചിട്ടുള്ള പ്രായോഗിക പരിചയമുണ്ട്. കർഷകർ ഈ പ്രോഗ്രാമിനെ, ഇപ്പോൾ നടക്കുന്ന 16ാം റൗണ്ടിനെ, അതിൻ്റെ ഒരു രൂപവും ഭാവവും മാറ്റി അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? കർഷകർ അവരെ ഏറ്റവും വലിയ ഒരു ദുരന്തം അതിൽ നിന്ന് അപ്പോൾ അവർ ഏറ്റവും നല്ല ഒരു അറിവ് അവർക്കുണ്ട്. ഇപ്പോൾ കാലി രോഗം അല്ലെങ്കിൽ ഈ കുളമ്പ് രോഗത്തിൻ്റെ ഭീകരത ഇപ്പോഴവർക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ ഈ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം, ഒരു കർഷകനെ സംബന്ധിച്ച് അവൻ അതിന് നല്ലവണ്ണം ആഹാരം കൊടുക്കുന്നു, നല്ല എരുത്തിൽ നല്ല സൗകര്യങ്ങൾ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇത് എൻ്റെ അനിമലിന് ഇതൊന്നും വരില്ല എന്നുള്ളൊരു ധാരണയാണ് കർഷകർക്കുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈ നമ്മൾ കുളമ്പ് രോഗത്തിന് കുത്തിവെപ്പ് എടുക്കാനായിട്ട് വീട്ടുകളിൽ ചെല്ലുമ്പോൾ
കർഷകർ ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല, ഞങ്ങളുടെ പശുവിന് ഈ അസുഖമൊന്നും വരില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ ഇപ്പം അസുഖം വന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ഭീകരത, മരണപ്പെട്ടതായാലും പിന്നെ അസുഖം വന്ന് രക്ഷപ്പെട്ട അനിമൽസിൻ്റെ ചികിത്സയും അതിനെ സംരക്ഷിക്കാനുള്ള അതിനെ നോക്കുന്നതിൻ്റെ ചിലവും ബുദ്ധിമുട്ടും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് കർഷകർ വളരെ വലിയൊരു പാഠമാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണ അതുകൊണ്ട് കർഷകർ വളരെ ഇതുമായിട്ട് സഹകരിച്ച് ചെയ്യും. നമ്മളുടെ പിന്നെ ഈ സ്ട്രാറ്റജി ഹെർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ള ആ ലെവലിൽ അവർ സഹകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് ഒരു പാഠം പഠിച്ചു, അതോടെ അതെ കർഷകരും പാഠം പഠിച്ചു. കാരണം നമ്മൾ കുറച്ച് നാൾ ഇപ്പോൾ 2004 ഇതേപോലെ ഒരു മേജർ ഔട്ട് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ 2004 ഔട്ട് ബ്രേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റ് തന്നെ തുടങ്ങിയത്. പക്ഷേ അന്ന് ആ സമയത്ത് അതിനുശേഷം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വാക്സിനേഷൻ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഈ ഔട്ട് ബ്രേക്ക് വളരെ കുറഞ്ഞ് 2011-9 ഏറ്റവും കുറവായിരുന്നു, 2009 ഏറ്റവും കുറവായിരുന്നു. അപ്പോൾ 2011-12 വളരെ നല്ല ഒരു ഇതാണ് കിട്ടിയത്. പക്ഷേ അതിൻ്റെ ആ ഒരു സ്ലാക്നെസ് വന്ന് ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം കർഷകർ അതിന് പിന്നോട്ട് പോയതിൻ്റെ ഒരു ദുരന്തമാണ് നമുക്ക് ഉണ്ടായത്. നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ, ആരാണ്? ഹലോ, പേര് പറയും. പാലക്കാട് നെന്മാറയിൽ സുരേന്ദ്രൻ. സുരേഷ്. പാലക്കാട് നിന്നല്ലേ? പാലക്കാട് നെന്മാറയിൽ നിന്ന്. രമേശൻ ബാബു സാർ ഉണ്ട്, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. സുരേഷ് പറഞ്ഞോളൂ. സുരേഷ് സാറ് നമ്മുടെ പശു പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട് സുരേഷ്, പറഞ്ഞോ. പശു പ്രസവിച്ചപ്പോ നമ്മുടെ സൈഡില് മറ്റേ അകിട്ടിന്റെ അവിടെ നീര് ഇങ്ങനെയൊക്കെ നീരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ. പറഞ്ഞോളൂ സുരേഷ്. ആ ടിവിയുടെ വോളിയം അല്പം കുറച്ച് വെക്കൂ. ശരി സാർ, ശരി സാർ. എന്നിട്ട് ചോദിക്കൂ, ഫോണിൽ ശ്രദ്ധിക്കൂ. ശരി. അപ്പൊ അതിന്റെ ഇതിപ്പോ ഞാൻ മരുന്നൊക്കെ തേച്ചു, ഏത് നമ്മള് ഡൈമെക്സ് മറ്റേ ഇതൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും അങ്ങോട്ട് കറവ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഇതാകുന്നില്ല. അതിപ്പോ എന്താ സാർ അത്? സുരേഷ്, അത് പിന്നെ സാധാരണ പ്രസവത്തോടു കൂടി വരുന്ന ഒരു ഇതാണ്. അതൊരു രോഗം പോലും അല്ല. അത് പ്രസവത്തോടു കൂടി അതിന് ഒരു ഇൻട്രാമെമ്മറി എഡിമ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് വളരെ എളുപ്പമാണ്. നമ്മൾ മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചികിത്സ പറഞ്ഞു തരും. അതിന് പശുവിനെ ഒന്ന് ചെറിയ എക്സസൈസ് കൊടുക്കുക, ഈ തണുത്ത വെള്ളവും ചൂടുവെള്ളവും മാറി അകിടിൽ അടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു നീര് വലിഞ്ഞു പോകുന്നതിനുള്ള പിന്നെ മാക്സെൽഫ് ഗ്ലിസറിൻ എന്ന് പറയുന്ന മരുന്നൊക്കെ തന്നെ അവൈലബിൾ ആണ്. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ പശുവിനെ നല്ലവണ്ണം എക്സസൈസ് കൊടുത്തിട്ട് നടത്തി ചെയ്യിക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറൊരു പശുവിന് നമുക്ക് മറ്റേ ഓപ്പറേഷനും കൂടി ചെയ്യേണ്ടി വന്നു. സുരേഷ്, ഇപ്പോൾ ഇത് നമ്മളെ കുളമ്പ് രോഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. മറ്റേ തീർത്തും വ്യത്യസ്തമാണ്. നെന്മാറ മൃഗാശുപത്രിയുമായി ബന്ധപ്പെടണം. എന്തായാലും വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. സർ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് മൃഗസംരക്ഷണ വകുപ്പ് ഈ നാളിതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് കുറച്ച് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ രോഗത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും പലപ്പോഴും പല ആളുകളുടെ വിമർശനത്തിന് പോലും വകുപ്പ് ഇടയാക്കി. അതായത് കുത്തിവെച്ച പശുക്കൾക്ക് പോലും കഴിഞ്ഞ ഘട്ടങ്ങളിൽ ചിലപ്പോൾ രോഗങ്ങൾ വന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിനും ഗവേഷണത്തിനും മൃഗസംരക്ഷണ വകുപ്പ് മുന്നിട്ടിറങ്ങി. എനിക്ക് തോന്നുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഈ രംഗത്തെ ആധികാരികമായ ഏജൻസിയായ മുക്തേശ്വർ പ്രോജക്റ്റ് ഡയറക്ടറേറ്റുമായി വരെ ബന്ധപ്പെട്ടു. അതിൻ്റെ ഒരു താരതമ്യ പഠനം, അതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അത് ഷൈൻ, അതിനകത്ത് നമുക്ക് നമ്മളിങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് വരാനുള്ള സിറ്റുവേഷൻ, അതിനെപ്പറ്റി നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഈ പല സ്ഥലങ്ങളിൽ നിന്നും ഈ കുത്തിവയ്പ്പ് എടുത്തതിന് ശേഷമുള്ള സിറം സാമ്പിൾസ് കളക്ട് ചെയ്ത് കൊണ്ട് പോയപ്പോഴത്തേക്ക് അത് പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ ശരിക്കുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ലെവല് പശുക്കൾക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം നമ്മൾ ഇതേ വാക്സിൻ തന്നെ നമ്മളുടെ കൺട്രോൾ അനിമൽസിൽ, ഫാമിലെ അനിമൽസിന് കുത്തിവെച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ വാക്സിനേഷൻ ടൈറ്റർ ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഫീൽഡ് ലെവലിൽ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു അപാകതകൾ, അതാണ് നമ്മൾ ഇത്തവണത്തെ കുളമ്പ് രോഗ നിവാരണത്തിൽ പ്രധാനമായിട്ടും ഈ പരിശീലനം, കുത്തിവയ്ക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിശീലനം. അപ്പോൾ ഈ വാക്സിൻ്റെ കോൾഡ് സ്റ്റോറേജ്, ഇപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ എടുക്കുന്നതിൻ്റെ മെത്തേഡ്. ഇപ്പോൾ ആദ്യം നമുക്ക് വാക്സിൻ കിട്ടുന്ന നമ്മളെ ഈ ഓരോ ജില്ലയിലുമുള്ള
വാക്കിൻ കൂളേഴ്സിലാണ് വാക്സിൻ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ മുതൽ ഈ കർഷകൻ്റെ വീട്ടിലെത്തുന്നത് വരെയുള്ള ആ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ആ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നതിൽ അപാകത പറ്റിയിട്ടുള്ളത് നമ്മൾ ഇത്തവണ അത് ഒഴിവാക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആ വാക്കിൻ കൂളറും അതുപോലെ തന്നെ റെഫ്രിജറേഷൻ മെക്കാനിസവും പിന്നെ കൂൾ പെയിൽസും അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഇതിൽ നമ്മൾ വളരെ നല്ലതായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വാക്സിൻ കവറേജ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്മ്യൂണിറ്റി കിട്ടത്തക്കവണ്ണം ചെയ്യാമെന്നാണ് നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. എല്ലാ അനുഭവത്തിൻ്റെയും ഒരു തെറ്റുതിരുത്തലിൻ്റെ ഒരു പ്രക്രിയ കൂടിയാണ്. നമുക്ക് അതിലേക്ക് വരാം. ഒരു ചോദ്യമുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ ആരാണ്? ഹലോ, ഹെൻറി. ഹെൻറി എവിടെയാണെന്നാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് എവിടാ? വെള്ളായണി. ഹെൻറി ചോദിച്ചോളൂ, സംശയം ചുരുക്കി ചോദിച്ചോളൂ. എനിക്കറിയാനുള്ളത്, ഈ നമ്മളിപ്പോ കുളമ്പ് രോഗമുള്ള പോത്തിറച്ചിയാണ് കടയിൽ നിന്നെങ്ങാനും വാങ്ങുന്നതെങ്കിൽ അത് മനുഷ്യന്മാർക്ക് വല്ല ദോഷകരമായിട്ട് വർത്തിക്കുമെന്നറിയാനായിരുന്നു. ഹെൻറി, അത് പിന്നെ കുളമ്പ് രോഗം ഈ ഇരട്ട കുളമ്പുള്ള മൃഗങ്ങളെ സാധാരണ ബാധിക്കുകയുള്ളൂ. അപ്പോൾ പക്ഷേ അതിന് വിപരീതമായിട്ട് പിന്നെ വരുന്നത് ഇത്തവണ ആനയ്ക്ക് കൂടി വന്നിട്ടുണ്ടെന്നുള്ള ഒരു വ്യത്യാസം മാത്രം. പക്ഷേ മനുഷ്യൻ ഒരു രീതിയിലും ഈ അസുഖം ബാധിക്കില്ല. അസുഖം ബാധിക്കുമെന്നല്ല ഞാൻ ചോദിച്ചത്, മനുഷ്യന് വേറെ എന്തെങ്കിലും രീതിയിൽ ദോഷകരമാകുമെന്ന്. പോത്തിറച്ചി കഴിക്കുന്നത് അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഈ അസുഖം വന്ന പശുവിൻ്റെ പാല് കുടിക്കുന്നത് കൊണ്ടോ അതിൻ്റെ മാംസം കഴിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പരിചരിക്കുന്നത് കൊണ്ടോ നമുക്ക് ആർക്കും ഒരു പ്രശ്നവും വരാം, മനുഷ്യനൊരു പ്രശ്നവും വരാം ഇല്ല. അത് ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ഇത് ലോകത്തെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. നമുക്ക് ഈ കുളമ്പ് രോഗ വൈറസിന് മനുഷ്യരിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഹെൻറി, ഇനി ധൈര്യമായി പോത്തിറച്ചി കഴിക്കാം. വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം. നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ മുഴുവനൊരു ചിത്രം എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നു ഹരിയാന മാത്രമാണ് ഇത്തവണത്തെ കുളമ്പ് രോഗബാധയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു മാസ് വാക്സിനേഷൻ പ്രോഗ്രാം കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഒരു വിജയശതമാനം എത്താത്തതിൻ്റെ കാരണം കർഷകർ ഈ പരിപാടിയോട് വിമുഖത കാണിക്കുന്നുണ്ടാണ്. ഒരു പരിധിവരെ കർഷകരുടെ ഒരു ഇതിനുള്ള ഒരു വൈമുഖ്യം അതുതന്നെയാണ് നമുക്ക് വാക്സിനേഷൻ ഈ 100% എത്തിക്കുന്നതിന് വേണ്ടി തടസ്സമായിട്ട് ഉള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു ബോധവൽക്കരണം, അതിനുവേണ്ടിയുള്ള നമ്മൾ ഈ ബോധവൽക്കരണം നമ്മൾ ഈ ഇത്തവണ ഒരു ഔട്ട് ബ്രേക്ക് വന്നതിൻ്റെ പേരിൽ തന്നെ കർഷകർക്ക് ഓരോ പ്രദേശങ്ങളിലും അതിന് ഇഷ്ടംപോലെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ വാക്സിനേഷൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് കർഷകരുടെ ഭാഗത്ത് നല്ലൊരു സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, അതുണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് ഈ വാക്സിനേഷൻ ഇതേപോലെ ഹരിയാന പോലെ ഒരു സ്റ്റേറ്റിന് അവരുടെ നല്ല അനിമൽസാണ്, നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് വളരെ നല്ല അനിമൽസ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. അവർ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വാക്സിനേഷൻ കൊണ്ട് തന്നെയാണ് ഈ കുളമ്പ് രോഗം വിമുക്തം എന്നുള്ളത് പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞത്. നമുക്ക് കേരളത്തിന് ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കേരളമാണ് അവർക്കൊരു മോഡൽ. നമുക്ക് എന്തുകൊണ്ട് ഈ ഫെയിലിയർ വന്നെന്നുള്ളതാണ് അവരുടെ തന്നെ ഒരു പ്രധാന പ്രശ്നം. പക്ഷേ കേരളത്തിലെ ഇത്രയും അറിവുള്ള കർഷകർ, ഇത്രയും നല്ല അനിമൽസ്, ഇതൊക്കെ ഉള്ള നമുക്ക് ഇതിൻ്റെ എല്ലാ പിന്നെ ബോധവൽക്കരണത്തിനും പിന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. മൃഗാശുപത്രികൾ പോലും ഒരു പഞ്ചായത്തിൽ ഒരു മൃഗാശുപത്രി വെച്ചുള്ള ഏക സംസ്ഥാനം നമ്മളെ കേരളമാണ്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ നമുക്ക് നിലവിലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രയോജനം നമ്മളെ കർഷകർക്ക് എന്തുകൊണ്ട് കിട്ടാത്തതെന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ച് നമ്മളെ കർഷകർ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളെ അനിമൽസ് വലിയ വാല്യബിൾ അനിമൽസാണ്, ഇതിനെയൊക്കെ നമുക്ക് രക്ഷിക്കാനും പറ്റും. നമുക്ക് അതിലേക്ക് വരാം. ഒരു ചോദ്യമുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ ആരാണ്? ഞാൻ ബിജിയാണ്, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്. ജിജി പശുക്കളെ വളർത്തുന്നുണ്ടോ? ഇല്ല, എനിക്ക് ആടുണ്ട്. ആടുണ്ട്. ജിജി ചോദിച്ചോളൂ. അപ്പൊ 2 പ്രാവശ്യം ആടിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ കുത്തിവയ്പ്പ് വന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു ആട്. അത് കാരണം എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇപ്രാവശ്യം കുളമ്പ് രോഗന്റെ കുത്തിവയ്പ്പ് വരുമ്പോഴത്തേനും ആട് ഗർഭിണിയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും സാറ്? ജിജി, നമുക്ക് ഇത്തവണത്തെ കുളമ്പ് രോഗ കുത്തിവയ്പ്പിനകത്ത് നിന്ന് ആടിനെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല. ഞങ്ങൾ 2009 മുതൽ ആടിനെ കുത്തിവയ്പ്പ് എടുക്കുന്നത് നിർത്തി. കാരണം ആടിന് ഈ കുളമ്പ് രോഗം വളരെ മാരകമായിട്ട് വരാറില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആടിനൊരു പ്രശ്നം ഉണ്ടാക്കാറില്ല. നമ്മൾ ആടിനെ ഈ വെറുതെ കുത്തിവയ്പ്പ് എടുത്ത് ഒരു പ്രശ്നം അതിനുവേണ്ടി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പശുവും പിന്നെ അതേപോലെ എരുമയും പന്നി വളരെ പ്രധാനമാണ്. പന്നി ഇതിന്റെ ഒരു ആംപ്ലിഫയിങ് ഹോസ്റ്റ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ റിസർവയറാണ്, ഇതിന്റെ ശക്തി കൂടും. അപ്പോൾ പന്നിയെ നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ 100% ഉള്ള ഫാംസ് എവിടെയായാലും അതിനെ കുത്തിവയ്പ്പ് ഈ പീരീഡിൽ തന്നെ എടുക്കണമെന്ന് നമ്മൾ കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജിജി, അപ്പോൾ പേടിക്കണ്ട, ആടിനെ ഇത്തവണ എന്തായാലും കുത്തിവെക്കുന്നില്ല.
അപ്പൊ സാറ് കൊച്ചു പശുക്കുട്ടിക്കാണെങ്കിൽ എടുക്കുന്നുണ്ടല്ലോ. അത് നമ്മൾ 3 മാസത്തിന് വരെയുള്ള പശുക്കുട്ടിയെ മാത്രമേ ഒഴിവാക്കുള്ളൂ. 3 മാസത്തിന് മുകളിലുള്ള എല്ലാത്തിനും നമ്മൾ കുത്തിവെക്കും. പിന്നെ ഗർഭമുള്ള പശുക്കളായാലും അതിനെ കുത്തിവെപ്പ് എടുക്കും. ഒഴിവാക്കുന്നില്ല. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. നമുക്ക് പൊതുവെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുളമ്പ് രോഗബാധ ഏറ്റപ്പോൾ വലിയൊരു വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് നമ്മുടെ 18 അതിർത്തി ചെക്ക് പോസ്റ്റുകൾ, അതിലൂടെ അനിയന്ത്രിതമായ കാലികടത്ത് കേരളത്തിലേക്ക് വരുന്നു. പ്രത്യേകിച്ചും കർണാടക, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങൾ കുളമ്പ് രോഗം ബാധിച്ച മാടുകളെ പുറത്തേക്ക് തള്ളുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ചെക്ക് പോസ്റ്റുകളിലേക്ക് സംസ്ഥാനത്തിൻ്റെ കശാപ്പ് മേഖലയിലേക്ക്, അറവ് മേഖലയിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇത്തരുണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായും. നമ്മൾ ഈ കഴിഞ്ഞ ഔട്ട് ബ്രേക്ക് വന്നതിന് ശേഷം നമ്മൾ ചെക്ക് പോസ്റ്റുകളിൽ വളരെ കൺട്രോൾ മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് ഈ 17 ചെക്ക് പോസ്റ്റുകൾ ഉള്ളതിൽ ഇപ്പോൾ 5 ചെക്ക് പോസ്റ്റുകൾ മാത്രമേ ഇപ്പോഴും തുറന്നിട്ടുള്ളൂ. ബാക്കി സ്ഥലത്തുകൂടെ ആനിമൽസ് മൂവ്മെൻറ്റ് നമ്മൾ അനുവദിച്ചിട്ടില്ല. ഈ 5 ചെക്ക് പോസ്റ്റുകളിൽ തന്നെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയുള്ള സമയത്ത് മാത്രമേ ഈ അനിമൽസിനെ മൂവ് ചെയ്യാവുള്ളൂ, കൊണ്ടുപോകാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു വെറ്ററിനറി സർജൻ്റെ പരിശോധനയും അത് നോക്കിയിട്ട് അതിനെ ഈ വാക്സിനേഷൻ ഉൾപ്പെടെ ചെയ്തതിന് ശേഷം രോഗമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അതിനെ കടത്തിവിടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആനിമൽസ് ഇതിൻ്റെ രോഗം ഒരുവിധം നമുക്ക് ഇതായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ലിഫ്റ്റ് ചെയ്യും. പക്ഷേ ആ സമയത്ത് നമ്മൾ ചെക്ക് പോസ്റ്റുകളിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റുകൾ, ഈ 17 ചെക്ക് പോസ്റ്റുകളും വിജിലൻ്റ് ആയിരിക്കണം. ഈ ചെക്ക് പോസ്റ്റുകളിൽ മാത്രമല്ല, ഇതല്ലാതെ ബൈ റൂട്ടുകളിൽ അനിമൽസിനെ കൊണ്ടുവരാം. അതൊക്കെ നമ്മളുടെ ഓരോ ജില്ലകളിലും ഇതിനൊരു വിജിലൻസ് യൂണിറ്റ് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്ക്വാഡ് പോയിട്ട് എവിടെയെന്നെങ്കിലും ഇങ്ങനെ അനിമൽസിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ പിടിക്കാനും അതിനെ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവരോടൊക്കെ നടപടി സ്വീകരിക്കാൻ നിയമപരമായിട്ട് ഇതെല്ലാം നമുക്ക് അതിനുള്ള പവറുണ്ട്. ആ രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുന്നതാണ്. അത്തരത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള നിയമപരമായ ബാധ്യത ഉള്ളതുപോലെ ഈ കർഷകർ ഈ പ്രോഗ്രാമുമായിട്ട് തീർച്ചയായിട്ടും സഹകരിക്കേണ്ടവരാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ കാലി വളർത്തുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കുളമ്പ് രോഗ നിർമ്മാർജ്ജന യജ്ഞവുമായി, പ്രത്യേകിച്ച് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഈ യജ്ഞവുമായി സഹകരിക്കാൻ നിയമപരമായ ബാധ്യതയുണ്ട്. ഉണ്ട്. തീർച്ചയായും. നമ്മൾ 2004 നമ്മൾ ഇതിൻ്റെ ഈ അനിമൽ ഡിസീസ് കൺട്രോൾ ആക്ടിൽ ഒരു അമെൻമെൻറ്റ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് 3 കാര്യങ്ങൾ കർഷകർ നിർബന്ധമായിട്ട്, കർഷകരല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഒന്ന് കമ്പൽസറി വാക്സിനേഷനും അതിൻ്റെ വാക്സിനേറ്റ് ചെയ്ത അനിമൽസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, അതാണ് ഒരു പ്രധാന. രണ്ടാമതൊരു കാര്യം, എവിടെയെങ്കിലും ഈ അസുഖം ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു ബാധ്യത, അത് കർഷകനും നിയമപരമായിട്ട് ബാധ്യതയുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി എല്ലാവർക്കും ആ ബാധ്യതയുണ്ട്. മൂന്നാമത് ഈ ചെക്ക് പോസ്റ്റിൻ്റെ കാര്യം. ഈ 3 കാര്യങ്ങളും ഈ നിയമപരമായിട്ട് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് എല്ലാ കർഷകരും ആ നിയമം അനുസരിക്കേണ്ട ബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാക്സിനേഷൻ കമ്പൽസറി ആണ് എന്നുള്ളത് ഉറപ്പാണ്. ചില ഘട്ടങ്ങളിലെങ്കിലും ഈ കുത്തിവെപ്പ് യജ്ഞം നടക്കുന്ന സമയത്ത് ഇപ്പോൾ 15 ഘട്ടങ്ങളിലുണ്ടായ ചില വാർത്തകൾ പരിശോധിച്ചിട്ട് സംസാരിക്കുകയാണ്. വളരെ ആകസ്മികമായി മരുന്നിൻ്റെയോ അല്ലെങ്കിൽ കുത്തിവെക്കുന്ന ആളുകളുടെയോ ഒന്നും കുറ്റമല്ലാതെ വളരെ ആകസ്മികമായി ചില കാലിമരണങ്ങൾ പെട്ടെന്ന് സംഭവിച്ചു. അതോടൊപ്പം തന്നെ മരുന്നുമായി പൊരുത്തപ്പെടാത്ത ചില റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഒരാശങ്കയോടെയാണ് കർഷകർ കാണുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ എന്തെങ്കിലും? ശരിയാണ് ഷൈൻ, ഈ പറഞ്ഞ കണക്ക് കർഷകർക്ക് ഈ ചെറിയൊരു അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു മാസ് വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ഷക്കണക്കിന് അനിമൽസിനെ നമ്മൾ വാക്സിനേറ്റ് ചെയ്യണം. അതിൽ വളരെ ചെറിയൊരു ശതമാനം, നമ്മൾ കഴിഞ്ഞ തവണ വാക്സിൻ ചെയ്തതിൻ്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും 15 ലക്ഷത്തോളം അനിമൽസിനെ കുത്തിവെച്ചപ്പോൾ ആ 6 എണ്ണത്തിനാണ് ഒരു ചെറിയൊരു റിയാക്ഷൻ തന്നെ കാണിച്ചത്, തുച്ഛമായത്. അപ്പോൾ അത് വളരെ നെഗ്ലിജിബിൾ ആണ്. പക്ഷെ അതിനെ പോലും നമുക്ക് കവർ ചെയ്യാനായിട്ട് ഈ സ്കീമിനകത്ത് തന്നെ, ഈ പ്രോജക്റ്റിൽ തന്നെ അതിന് ഇതുണ്ട്. അതിന് നമുക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള അത് വളരെ റയറാണ്. പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല കർഷകർക്കും ഈ കുത്തിവെപ്പ് എന്നുള്ള ഒരു നിലയിൽ അതിനൊരു പേടിയാണ്. ഈ പശുവിനെ കുത്തിവെക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അവരുടെ പശുവിന് പാല് കുറയുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം. അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളുകൊണ്ടാണ് ഈ ആൾക്കാർ വൈമുഖ്യം കാണിക്കുന്നത്. പക്ഷേ നമ്മളുടെ എൻ്റെ പരിചയത്തിൽ നിന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഫാമുകളിൽ തന്നെ എനിക്ക് വളരെ നല്ലതായിട്ട് അറിയാം, കുത്തിവെച്ചെന്ന് വിചാരിച്ച് ഒരു തുള്ളി പാല് പോലും കുറയില്ല. അപ്പോൾ അഥവാ അങ്ങനെ കുറയുന്നെന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും സൈഡ് കൊണ്ടായിരിക്കാം. അപ്പോൾ തന്നെ മറ്റൊരു അപകടമുണ്ട്. കാരണം ഇത്തവണ നമ്മൾ വീടുകളിലേക്ക് ചെല്ലുന്നില്ല, ആളുകൾ സ്വമേധയാ പശുവിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആശങ്കകൾ
അപ്പോഴും പരിഹരിക്കുന്നില്ല. അല്ല, അതുണ്ട്. പക്ഷേ ഈ ഇതിനു വേണ്ടി അത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ വളരെ വളരെ ചെറിയൊരു ശതമാനത്തിന് ഇത് ഉണ്ടാകാനുള്ള റിയാക്ഷൻ ഉണ്ടാകും. അത് ഏതൊരു ആൻറ്റിജൻ ആയാലും അതിൻ്റെതായ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഇഡിയോസിൻക്രറ്റിക് റിയാക്ഷൻ എന്ന് പറയും, വ്യത്യാസങ്ങളാണ് ഈ പല അതുണ്ടാവാം. പക്ഷെ അത് നമ്മൾ ചെയ്യാനുള്ള മരുന്നുകൾ ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള എമർജൻസി കൺട്രോൾ, എമർജൻസി സ്ക്വാഡുകൾ പെട്ടെന്ന് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഓടിയെത്തി അതിനുള്ള സൗകര്യം, അതിനുള്ള സഹായം ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. ഒരു കോളുണ്ട്. ഹലോ, സ്വാഗതം. കൃഷിദർശൻ, ആരാണ്? ഞാൻ സ്വാമിനാഥൻ, പാലക്കാട് നിന്ന്. സ്വാമിനാഥൻ, അതെ. സ്വാമിനാഥൻ ചോദിച്ചോളൂ, ചുരുക്കി ചോദിച്ചോളൂ. എന്റെ 2 പശുക്കൾ ഈ കുളമ്പ് രോഗം വന്ന് മരിച്ചുപോയി. അപ്പോ ഡോക്ടർക്ക് കാണിച്ചപ്പോ ഡോക്ടർ നിങ്ങൾ അതിനെ മറവ് ചെയ്തോളെന്ന് പറഞ്ഞു. നോക്കാൻ വന്നില്ല, പോയി പറഞ്ഞിട്ട്. ശരി, മറവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിന്റെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് അവിടെ പോയപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ 2 പശു ആകേണ്ടത് 2 കറക്കണത് 2 പോയിട്ട് ഞാൻ ഒന്നുമില്ലാതിരിക്കുകയാണ്. പാലക്കാട് ജില്ല, പിരായിരി പഞ്ചായത്ത്, കൊടുങ്ങല്ലൂർ സ്ഥലം. സ്വാമിനാഥൻ, അതിനകത്ത് ഈ ഒരു പ്രശ്നം പറ്റിയിട്ടുള്ളത് നേരത്തെ ഈ സർക്കാർ ആനുകൂല്യം പ്രഖ്യാപിച്ചതിന് മുമ്പായിരിക്കും ചിലപ്പോൾ താങ്കളുടെ പശുവിന് ഈ അപകടം പറ്റിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നത്. പക്ഷെ അത് അങ്ങനെ ഉള്ള നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ പശുക്കളും ചത്തുകൊണ്ടിരിക്കുന്ന അത് തന്നെ. എന്നാൽ ഗവൺമെന്റ് ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ച ഒരു ഡേറ്റ് ഉണ്ട്, അതിന് മുമ്പായിരിക്കണം. പക്ഷേ അത് ഏതായാലും സ്വാമിനാഥന് അതിൻ്റെ ഇത് കിട്ടാനുള്ള അർഹതയുണ്ട്. നിങ്ങൾ അവിടുത്തെ മൃഗാശുപത്രി വഴി അപേക്ഷ കൊടുത്ത് ജില്ലാ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇല്ല അത് കിട്ടും. അത് തരാനുള്ള നടപടികൾ ഞങ്ങൾ സ്വാമിനാഥൻ്റെ കേസ് ഞങ്ങൾ പിന്നെ അവിടുത്തെ ജില്ലാ ഓഫീസർ വഴി ഞാൻ ടേക്കപ്പ് ചെയ്തോളാം. സ്വാമിനാഥൻ, ഈ കാര്യം പാലക്കാട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം. വേണ്ട നടപടികൾ കേന്ദ്ര ഓഫീസിൽ നിന്നുണ്ടാവും. തീർച്ചയായും. വിളിച്ചതിന് നന്ദി. വീണ്ടും വിളിക്കണം. നമ്മൾ കുളമ്പ് രോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായിട്ട് ഏകദേശം എത്ര സ്ക്വാഡുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്? നമുക്കിപ്പോൾ ഏതാണ്ട് 2000-ത്തിനടുത്ത് 1927 സ്ക്വാഡുകളും ഒരു 1075 പിന്നെ സ്ഥാപനങ്ങൾ, മൃഗാശുപത്രികളും അതേപോലെ ചാർജ് കൊടുത്തിരിക്കുന്ന ഈ സ്ഥാപനങ്ങളും വഴിയാണ് ഈ വാക്സിനേഷൻ പരിപാടികൾ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായിട്ട് എങ്ങനെയായിരിക്കും ഈ സ്ക്വാഡിൻ്റെ പ്രവർത്തനം? രാവിലെ മുതൽ എങ്ങനെയാണ് ഈ സ്ക്വാഡ് നേരത്തെ ഉള്ളതിന് വിപരീതമായിട്ട് നമ്മളിപ്പം രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് ഈ സ്ക്വാഡിൻ്റെ പ്രവർത്തനം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ അത് രാവിലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും കുറച്ചുകൂടി നല്ലൊരു സമയമാണ്. അപ്പോൾ മാക്സിമം അവർക്ക് ആ സമയത്ത് തന്നെ അനിമൽസിനെ കൊണ്ടുവരാൻ. പക്ഷേ നേരത്തെ മുൻകൂർ ഇത് അറിയിപ്പ് കൊടുക്കണം, എന്നാലേ കർഷകർക്ക് അവിടെ എത്താൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരു പ്ലാനിങ്ങും പബ്ലിസിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ വിജയകരമായിട്ട് ചെയ്യാൻ പറ്റും. ഇതല്ലാതെ കൊണ്ടുവരാൻ പറ്റാത്ത ചിലപ്പോൾ അനിമൽസ് ഉണ്ടെങ്കിൽ ഈ പിന്നെ അവർക്ക് വീട്ടുകളിൽ പോയി ചെയ്യാനും പറ്റും. ഇപ്പോൾ അനിമൽസിനെയൊക്കെ ഇപ്പോൾ തന്നെ കർഷക രജിസ്ട്രേഷനും മറ്റുമൊക്കെ നമ്മളിപ്പം വളരെ നല്ലവണ്ണം ചെയ്തുകൊണ്ട് വരികയാണ്. എവിടെയൊക്കെ പശുക്കൾ ഉണ്ടെന്നുള്ളവരെ മൃഗാശുപത്രിയിൽ തന്നെ രേഖാമൂലം അറിയാം. അപ്പോൾ അതിനുള്ള ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ കർഷക രജിസ്ട്രേഷനും കൂടെ ഒരു ഇത് കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഈ മാർച്ച് 31 വരെ എൻ്റെ സമയമുണ്ട്. അതുകൂടെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാധിക്കാനും പറ്റും. നമ്മൾ അനിമൽസിൻ്റെ എല്ലാം ഒരു റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ ഗ്രാമങ്ങളിലാണല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു പങ്കാളിത്തം തീർച്ചയായും അവരുടെ പങ്കാളിത്തം ഉണ്ടെങ്കിലേ ഇത് വിജയിക്കുള്ളൂ. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഈ പബ്ലിസിറ്റി കൊടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും പിന്നെ വാക്സിനേഷൻ ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലായാലും ഈ മെമ്പർമാരുടെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഇതാണ്. അപ്പോൾ അവരുടെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് മിൽക്ക് സൊസൈറ്റികൾ, ക്ഷീരവികസന ഓഫീസ്, പിന്നെ അതേപോലെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ സന്നദ്ധ സംഘടനകൾ, ഇവരെല്ലാം കൂടെ ഒരു യോജിപ്പ് കൊണ്ട് ഒരു ഒരു ഗ്രൂപ്പ് പ്രവർത്തനം ഇത് വെച്ചിട്ടാണ് ഈ ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യുന്ന വാക്സിനേഷൻ. ആ വാക്സിനേഷൻ ചെയ്യുന്നതിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റിനും അല്ലെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധികൾക്കും അതിൻ്റെ ഭരണകർത്താക്കൾക്ക് വളരെ പങ്കുകൊണ്ട് അവരുടെ സഹായം ഉണ്ടേ പറ്റുള്ളൂ. അവരാണല്ലോ ഇതിന് കുളമ്പ് രോഗം വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ നിരന്തരം പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് ഓരോ സ്ഥലത്തുനിന്ന്. അവർക്ക് അതിൻ്റെ ഇതറിയാം. അപ്പോൾ അവർക്ക് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അവരുടെ ആ ഇഫർട്ടും കൂടെ എടുത്തെങ്കിലേ ഉദ്യോഗസ്ഥന്മാർ മാത്രമായിട്ട് വിചാരിച്ചാലും പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ല ഒരു സംവിധാനം. ഇപ്പോൾ ഈ കർഷകർ ലക്ഷക്കണക്കിന് വരുന്ന കർഷകർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ആർക്കെങ്കിലും ഒരു സംശയം തോന്നുകയാണ് ഇത് ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ അവരാരെയാണ് സമീപിക്കേണ്ടത്? നമ്മൾ ഓരോ പ്രദേശത്തും ചാർജ് ഓഫീസർ ഉണ്ടല്ലോ, ഒരു വെറ്ററിനറി സർജൻ, മൃഗാശുപത്രിയാണ്, വെറ്ററിനറി ഡിസ്പെൻസറി അല്ലെങ്കിൽ വെറ്ററിനറി ഹോസ്പിറ്റൽ, അവരാണ് അതിൻ്റെ ബേസിക് ഉത്തരവാദിത്വം. പിന്നെ അത് കൂടാതെ നമ്മളെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ, ഒരു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു ഓഫീസറും കൂടെ ഉണ്ട്. ഈ ജന്തുരോഗ നിവാരണത്തിന് വേണ്ടി മാത്രം ഒരു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ ഇവരെ ബന്ധപ്പെടാം.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ബന്ധപ്പെട്ട് അവർ വഴി ബന്ധപ്പെട്ടാലും മതി. ഇതൊന്നുമല്ലെങ്കിൽ നമ്മളെ കണ്ണമ്മൂലയിലുള്ള ഞങ്ങളെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെടാം. അതിൻ്റെ നമ്പർ ഞാനിവിടെ നമുക്കിവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് സഹായത്തിനുള്ള സംശയങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇതാണ് ത്രൂ ഔട്ട് ദി ഇയർ. ഈ പിന്നെ പ്രോജക്റ്റിൻ്റെ ഒരു കൺട്രോൾ സെൻറ്റർ സാഡക് എന്ന് പറയും. ഇതിനിടെ ഒരു അനുഭവ പാഠത്തിന് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ തവണ ഉണ്ടായ, എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തം വകുപ്പിൻ്റെ പ്രതീക്ഷയ്ക്കും പ്രവർത്തനത്തിനും അതീതമായി സംഭവിച്ചു പോയി. അപ്പോൾ അതിനെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ എവിടം വരെയായി? നമ്മൾ അത് കഴിഞ്ഞ തവണ നടത്തിയ ഈ ഉണ്ടായത് അതിനൊരു വലിയൊരു അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഈ നമ്മൾ ഈ സിറം കളക്ഷൻസ് മറ്റൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ രീതിയിലുള്ള കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കളക്ട് ചെയ്തതിൻ്റെ എല്ലാം റിസൾട്ട് നമ്മൾ ഈ FMD പ്രോജക്റ്റ് ഈ മുക്തേശ്വറിൽ അവിടെ കൊണ്ടുപോയി അനലൈസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളെ ഈ കഴിഞ്ഞ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലെവലിൽ തന്നെ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ തവണത്തെ വന്ന അസുഖത്തിൻ്റെ ഭീകരതയും മറ്റതൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പിന്നെ ജനറ്റിക് ചേഞ്ച് അവർ പറയുന്നത് 2004 വന്ന അതേ സ്വഭാവത്തിലുള്ളൊരു അണുക്കളാണെന്നാണ് പറയുന്നതെങ്കിലും അപ്പോൾ നമ്മളതിൻ്റെ ഭീകരത അവരെടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അവർ അതിനെപ്പറ്റി മോളിക്കുലർ ചേഞ്ചിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് പഠന വിധേയമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ അവർ അതിൻ്റെ ഒരു സപ്പോർട്ട് അവർ മറ്റൊരു കാര്യം കൂടി. അപ്പോൾ അങ്ങയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഈ മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങയുടെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ഈ കുളമ്പ് രോഗത്തെക്കുറിച്ച് അങ്ങ് പഠിച്ചൊരു പാഠം എന്താ? അതായത് കുളമ്പ് രോഗം നമുക്ക് നമ്മളെ സംസ്ഥാനത്ത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാക്സിനേഷൻ അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. നമ്മളുടെ ഈ വാലബിളായിട്ടുള്ള ആനിമൽസ് ഇതിനെ കർഷകർക്ക് ഇതൊരു തൊഴിലായിട്ട് കൊണ്ടുപോകണമെങ്കിലും ഈ അസുഖം നമുക്ക് ഇല്ലാതിരുന്നാലേ അത് നടക്കുകയുള്ളൂ. അത് വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ആനിമൽസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് ഇനി ഇതുപോലുള്ളൊരു പിന്നെ കലാമിറ്റി നമ്മളുടെ ഈ രംഗത്തുണ്ടാവാതിരിക്കുന്നതിന് കർഷകരുടെ സഹകരണം, അതേപോലെ എല്ലാ ജനപ്രതിനിധികളുടെയും ഇതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും സഹകരണം ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ വാക്സിനേഷൻ ഈ പീരീഡ് 21-ാം തീയതി വരെയാണ് ഇന്നിപ്പം ഉള്ളത്. ഇപ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ 21-ാം തീയതിക്ക് മുമ്പേ തന്നെ ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് നമ്മളെ സംസ്ഥാനത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യത്തക്ക വണ്ണം പ്രവർത്തിച്ച് നമ്മളെ ഈ അസുഖം ഇനിയും നമ്മളെ നാട്ടിൽ ഇത്രയും വലിയൊരു ഭീകരത സൃഷ്ടിക്കാത്ത നിലയിൽ നമുക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളുടെ കന്നുകാലികൾ നമ്മൾ വളർത്തുമൃഗങ്ങൾക്ക് മാത്രമല്ല നമ്മളുടെ ഈ ഫോറസ്റ്റിലുള്ള ആനിമൽസിൻ്റെ കാര്യം കൂടെ നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഇതേപോലത്തെ ഭീകരതയാണ്. അപ്പോൾ അത് നമ്മളെ സംസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യം കൂടെയാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം അതിനനുസരിച്ച് ഈ ഒരു വാക്സിനേഷൻ പീരീഡിൽ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള എല്ലാവരുടെയും പിന്നെ ഒരു കോപ്പറേഷനാണ് ഞാൻ അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അങ്ങേക്ക് അത്തരത്തിലുള്ളൊരു സഹകരണം കേരളത്തിലെ ക്ഷീരകർഷകർ നൽകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ പ്രോഗ്രാം ചുരുക്കാൻ സമയമായി. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ അതിഥിയുടെ മേൽവിലാസം അറിയാൻ താല്പര്യമുണ്ടാവും. മേൽവിലാസം വായിക്കാം. ഡോക്ടർ C. രമേശൻ ബാബു, പ്രോജക്റ്റ് കോർഡിനേറ്റർ, അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റ്, പ്രോജക്റ്റ് മോണിറ്ററി യൂണിറ്റ്, കണ്ണമ്മൂല, തിരുവനന്തപുരം. ഫോൺ 0471 32 56 288. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി വായിക്കാം. 0471 32 56 288. ഭാവനാപൂർണമായ ഒരാസൂത്രണമുണ്ടെങ്കിൽ കേരളത്തെ പൂർണ്ണമായും കുളമ്പ് രോഗ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാം എന്നുള്ളതിൻ്റെ എന്നുള്ളതിൻ്റെ സന്ദേശങ്ങളാണ് ഡോക്ടർ C. രമേശൻ ബാബു നൽകുന്നത്. അദ്ദേഹത്തിന് നന്ദി പറയുന്നതോടൊപ്പം കൃഷിദർശൻ പരിപാടി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. കൃഷി മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വിളിക്കുവാൻ മറക്കരുത്. കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:50 DD കേരളം ചാനൽ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർഷക രജിസ്ട്രേഷൻ ചെയ്തവർക്ക് അഗ്രി കാർഡുകൾ.
മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ തീറ്റ ഫാക്ടറി ഇടയാറിൽ പ്രവർത്തന സജ്ജം. സസ്യസംരക്ഷണത്തിന് റെഡിമെയ്ഡ് കിറ്റ്. വിശദമായ വാർത്തകളിലേക്ക്. കൃഷിവകുപ്പ് തയ്യാറാക്കിയ കർഷകരുടെ ഡേറ്റാബേസിൽ അംഗങ്ങളായ 1.877 ലക്ഷം കർഷകർക്കും അഗ്രി കാർഡുകൾ വിതരണം ചെയ്യുന്നു. കൃഷിവകുപ്പും കാനറ ബാങ്കും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രി കാർഡുകൾ ലഭിക്കുന്നവർക്ക് ഹ്രസ്വകാല വായ്പകൾ 4% പലിശ നിരക്കിലും മധ്യകാല ദീർഘകാല വായ്പകൾ 7% പലിശ നിരക്കിലും ലഭിക്കും. അതത് കൃഷിഭവനുകളിൽ കർഷക രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കർഷകർക്കാണ് അഗ്രി കാർഡുകൾ ലഭിക്കുക. ജൈവ ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് നൽകാൻ കൃഷിവകുപ്പ് 9 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുക. കേരളത്തിന്റെ തനത് നെല്ലിനങ്ങളായ ജീരകശാല, ഗന്ധകശാല, പൊക്കാളി തുടങ്ങിയവ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് പ്രകൃതി സൗഹൃദ രീതിയിൽ വിതരണം ചെയ്യും. ബ്രാൻഡ് രജിസ്ട്രേഷൻ, സർട്ടിഫിക്കേഷൻ, ഉൽപ്പാദക സംഘങ്ങളുടെ രൂപീകരണം, പാക്കിംഗ്, വിപണനം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും. വിശദവിവരങ്ങൾക്ക് ജില്ലാ കൃഷി ഓഫീസറുമായി ബന്ധപ്പെടണം. തിരുവനന്തപുരം ജില്ലയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആട് ഫാമുകൾ തുടങ്ങാൻ താൽപ്പര്യമുള്ള കർഷകർക്ക് പരിശീലനം സംഘടിപ്പിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 4 ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത്. താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 226 409. തിരുവനന്തപുരം ജില്ലയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആട് ഫാമുകൾ തുടങ്ങാൻ താൽപ്പര്യമുള്ള കർഷകർക്ക് പരിശീലനം സംഘടിപ്പിക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 4 ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത്. മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇടയാറിൽ നിർമ്മിച്ച വളർത്തു പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള തീറ്റ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. പ്രതിദിനം 100 മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ള പ്ലാന്റാണ് പ്രവർത്തനക്ഷമമായത്. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തീറ്റ 5 കിലോഗ്രാം മുതലുള്ള ബാഗുകളിൽ കർഷകർക്ക് ലഭ്യമാകും. മധ്യകേരളത്തിലെ കാലിത്തീറ്റ, കോഴിത്തീറ്റ എന്നിവയുടെ ക്ഷാമം പരിഹരിക്കുകയാണ് മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ മാർച്ച് 13 കാട വളർത്തലിൽ ഏകദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കുറഞ്ഞ ചെലവിൽ ആരംഭിക്കുന്നതും ആദായപ്രദവുമായ ഒരു സംരംഭമാണ് കാട വളർത്തൽ. പരിശീലനത്തിന് താൽപ്പര്യമുള്ളവർക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0491 2 815 454. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491 2 815 454. ജൈവ സസ്യ സംരക്ഷണത്തിന്റെ ഉപാധികളടങ്ങിയ റെഡിമെയ്ഡ് കിറ്റ് കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെന്റർ പുറത്തിറക്കി. ജൈവ നിയന്ത്രണകാരികളായ സ്യൂഡോമോണസ്, വെർട്ടിസീലിയം, ബുവേറിയ, മെറ്റാറൈസിയം, ട്രൈക്കോഡെർമ എന്നിവയുടെ 200 ഗ്രാം വീതമുള്ള പാക്കറ്റുകൾ 1520 രൂപ നിരക്കിൽ ലഭിക്കും. ജൈവ കീടനാശിനികളായ വെളുത്തുള്ളി, വേപ്പ് മിശ്രിതം, പുകയില കഷായം എന്നിവയ്ക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കളും വേപ്പിൻ കുരു, ഫെറമോൺ കെണി എന്നിവ 100 മുതൽ 150 രൂപ നിരക്കിലും ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0487 2 370 773, 85 473 96 759, 96 454 20575. വയനാട് MS സ്വാമിനാഥൻ ഫൗണ്ടേഷൻ കുരുമുളക് കൃഷിയിൽ പരിശീലനം നൽകുന്നു. തിരുനെല്ലി അപ്പപ്പാറയിൽ മാർച്ച് 21 പരിശീലനം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 9445 455550.
കർഷകർക്ക് പ്രയോജനപ്രദമായ വിവിധ വിഷയങ്ങൾ ഉൾപ്പെടുത്തി പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രം 7 പുസ്തകങ്ങൾ കൃഷി വിജ്ഞാന ചെപ്പ് എന്ന പേരിൽ പുറത്തിറക്കി. സംയോജിത സസ്യ സംരക്ഷണം നെൽകൃഷിയിൽ, നെൽകൃഷി സംരക്ഷിക്കൽ, യന്ത്രവൽക്കരണം, പച്ചക്കറി കൃഷി, ശീതളപാനീയങ്ങൾ, അജപരിപാലനം, ബയോഗ്യാസ്, കൂൺ കൃഷിക്ക് ഒരു കൈപ്പുസ്തകം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് പുസ്തകങ്ങൾ. 7 പുസ്തകങ്ങളുടെ ഒരു സെറ്റിന് 150 രൂപയാണ് വില. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,500 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 13,600, വെളിച്ചെണ്ണ തൃശൂർ 12,500, കൊപ്ര കൊച്ചി 8,900, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,900, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 51,500, കുരുമുളക് ഗാർബിൾഡ് 53,500, ചുക്ക് മീഡിയം 22,500, ചുക്ക് ബെസ്റ്റ് 23,500, മഞ്ഞൾ നാടൻ 6,200, മഞ്ഞൾ സേലം ഈറോഡ് 7,200-നും 7,500-നും മധ്യേ, അടയ്ക്ക പുതിയത് 14,500-നും 15,500-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോയ്ക്ക് 330-നും 350-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 640-നും 700-നും മധ്യേ, ജാതിപത്രി 800-നും 850-നും മധ്യേ, ഗ്രാമ്പു 1,010, റബ്ബർ RSS 5 ഗ്രേഡ് ക്വിൻ്റലിന് 14,300-നും 14,400-നും മധ്യേ, റബ്ബർ RSS 4 ഗ്രേഡ് 14,700, ഒട്ടുപാൽ 11,000, ലാറ്റക്സ് 11,300, കോട്ടയം റബ്ബർ RSS 4 ഗ്രേഡ് 14,700. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 12,500, മാർച്ച് അവധി 12,345, ഏപ്രിൽ അവധി 11,975, മെയ് അവധി 11,345, ജൂൺ അവധി 11,300, കൊപ്ര 8,625-നും 8,950-നും മധ്യേ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,900, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 51,500, കുരുമുളക് ഗാർബിൾഡ് 53,500, ചുക്ക് മീഡിയം 22,500, ചുക്ക് ബെസ്റ്റ് 23,500, മഞ്ഞൾ നാടൻ 6,200, മഞ്ഞൾ സേലം ഈറോഡ് 7,200-നും 7,500-നും മധ്യേ, അടയ്ക്ക പുതിയത് 14,500-നും 15,500-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 330-നും 350-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 640-നും 700-നും മധ്യേ, ജാതിപത്രി 800-നും 850-നും മധ്യേ, ഗ്രാമ്പു 1,010, റബ്ബർ RSS 5 ഗ്രേഡ് ക്വിൻ്റലിന് 14,300-നും 14,400-നും മധ്യേ, റബ്ബർ RSS 4 ഗ്രേഡ് 14,700, ഒട്ടുപാൽ 11,000, ലാറ്റക്സ് 11,300. കമ്പോള അവലോകനം. സംസ്ഥാനങ്ങൾ ഹോളി ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഹോളി ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ്. ഉത്സവ ഡിമാൻഡ് മുന്നിൽ കണ്ട് അന്തർ സംസ്ഥാന വ്യാപാരികളും കുരുമുളകും ചുക്കുമെല്ലാം ശേഖരിക്കുന്നുണ്ട്. വയനാട്, ഇടുക്കി ജില്ലകളിലെ കുരുമുളക് ഉത്തരേന്ത്യയിലേക്ക് നീങ്ങി. മികച്ചീന കുരുമുളക് വില 535 രൂപ. കർണാടകത്തിലെ കൂർഗ് മുളക് വിൽപ്പനക്ക് സജ്ജമായി. മുൻവർഷത്തെ അപേക്ഷിച്ച് കൂർഗിൽ ഉൽപാദനം ചുരുങ്ങുമെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. മാസമധ്യം വരെ കുരുമുളകിന് ഹോളി ഡിമാൻഡ് പ്രതീക്ഷിക്കാം. മധ്യ കേരളത്തിലും കർണാടകത്തിലും ചുക്ക് ഉൽപാദനം കുറഞ്ഞത് മൂലം വിപണി ചരക്ക് ക്ഷാമത്തിന്റെ പിടിയിലാണ്. മികച്ചീനം ചുക്ക് കിലോ 235 രൂപയിലും ഇടത്തരം ചുക്ക് 225 രൂപയാണ്. ആയുർവേദ ഔഷധ നിർമ്മാതാക്കളും മസാല വ്യവസായികളും നാടൻ ചുക്കിൽ താൽപര്യം കാണിച്ചു. ഉത്തരേന്ത്യക്കാർ രംഗത്തുണ്ടെങ്കിലും ഉൽപാദകരുടെ പ്രതീക്ഷക്കൊത്ത് വിദേശ ആവശ്യക്കാരില്ല. സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പ് പുരോഗമിക്കുന്നു. തേങ്ങയ്ക്കും കൊപ്രയ്ക്കും റെക്കോർഡ് വില ലഭിച്ചത് വിളവെടുപ്പിന് ആവേശം പകർന്നു. കൊപ്ര താങ്ങുവിലയായ 5,250-ൽ നിന്ന് ഏറെ മുന്നേറി. തമിഴ്നാട്ടിലെ കൊപ്ര 9,500-ലാണ്. ഇതിനിടയിൽ രാജ്യത്ത് ഉണ്ടക്കൊപ്ര ചരിത്രത്തിൽ ആദ്യമായി 10,400 രൂപയിലെത്തി. പ്രതികൂല കാലാവസ്ഥ മൂലം ഉൽപാദനം ചുരുങ്ങിയത് റെക്കോർഡ് കുതിപ്പിന് വഴിതെളിച്ചു. കൊച്ചിയിൽ വെളിച്ചെണ്ണ 12,400-ലാണ്. കഴിഞ്ഞ വർഷം വില 6,300 രൂപയിലായിരുന്നു. നാളികേര വിളവെടുപ്പിന് ഒരുങ്ങുന്ന തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില 12,600 രൂപ. റബ്ബറിന്റെ വിലയിടിവ് ചെറുകിട കർഷകരെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കി. ശേഷിക്കുന്ന ഷീറ്റ് തൽക്കാലം പിടിച്ചുവെക്കാമെന്ന നിലപാടിലാണ് കർഷകരിപ്പോൾ.
ഇതുമൂലം കൊച്ചി, കോട്ടയം വിപണികളിൽ പ്രതിദിന ചരക്ക് വരവ് 100 ടണ്ണായി ചുരുങ്ങി. ഓഫ് സീസൺ ആണെങ്കിലും ടയർ നിർമ്മാതാക്കൾ വില ഉയർത്തിയില്ല. 4ാം ഗ്രേഡ് കിലോ 147-ലും 5ാം ഗ്രേഡ് 143-ലുമാണ്. മാർച്ച് സെറ്റിൽമെന്റ് കഴിയുന്നതോടെ റബ്ബർ അവധി നിരക്കുകളിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.7, 25.5. കൊച്ചി 33.4, 22.8. ആലപ്പുഴ 33.1, 25. പുനലൂർ 35.6, 22.5. തിരുവനന്തപുരം 33.1, 24.6 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.